സുഹൃത്തുക്കളെ, മനസ്സിൽ കളങ്കമില്ലാത്ത മനുഷ്യനും നിധി പോലെ മനോഹരമായ ഒരു ഗ്രാമത്തിന്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമങ് ജില്ലയിലെ ചുഗുവാലി എന്ന് പറയുന്ന ഹിമാലയത്തിന്റെ താഴ്വരയിലെ മനോഹരമായ ഒരു ഗ്രാമത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അരുണാചൽ പ്രദേശിലെ തന്നെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് തവാങ് എന്ന് പറയുന്നത്. തവാങ് യാത്രയിൽ സഞ്ചാരികൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ദിരാങ് എന്ന് പറയുന്നത്. പർവ്വതത്തിലെ ചെറിയൊരു പട്ടണമാണ്. അവിടെ നിന്നും 8 കിലോമീറ്റർ മാറിയിട്ടാണ് ചുഗുവാലി സ്ഥിതി ചെയ്യുന്നത്. ദിരാങ് എന്ന പട്ടണത്തിൽ നിന്നും ഞാൻ നടത്തം ആരംഭിച്ചു. കാൽനടയായി സഞ്ചരിക്കുമ്പോൾ ഏകദേശം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറോളം സമയമെടുക്കും. ഗ്രാമത്തിന്റെ പാതകളിലൂടെ ഞാൻ നടക്കുമ്പോൾ കാണുന്നത് മാനകളാണ്. കല്ലുകൾ കൂട്ടി കൂട്ടി വെച്ച് ഒരു മാന പണിതിരിക്കുവാണ്. മാന എന്ന് പറഞ്ഞാൽ ബുദ്ധമത വിശ്വാസികൾ മരിച്ചുപോയവരുടെ ഓർമ്മക്ക് വേണ്ടി പണിയുന്നതാണ് മാന എന്ന് പറയുന്നത്. പ്രകൃതിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് 4 മണിക്കൂർ നടത്തത്തിന് ശേഷം ഞാൻ ചുഗുവാലി എന്നൊരു ഗ്രാമത്തിലെത്തുകയാണ്. ഗ്രാമത്തിലെത്തുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു ബോർഡ് കാണാൻ സാധിക്കും. ആ ബോർഡിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അവിടെയുള്ള പക്ഷികളെ വേട്ടയാടിയാൽ 50,000 രൂപ വരെയാണ് കേട്ടോ ഫൈൻ. ചുഗ് ഗ്രാമത്തിലെ ജനങ്ങൾ അറിയപ്പെടുന്നത് മോൻബ ഗോത്രവർഗം എന്നാണ്. മോൻബ ഗോത്രവർഗം എന്ന് പറഞ്ഞാൽ ബുദ്ധമത വിശ്വാസികള്. ഗ്രാമത്തിന്റെ പാതകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ചുറ്റിലും കാണുന്നത് വലിയ കൃഷിയിടമാണ്. കിവി കൃഷി നല്ലതുപോലെ ചെയ്യുന്ന ജനങ്ങളാണ്. കൂടാതെ തന്നെ പച്ചക്കറി കൃഷികളും. കിവി കൃഷിയിൽ നിന്നും അവർ നല്ലതുപോലെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഒരു വീട് ഞാൻ സന്ദർശിച്ചു. അവര് അവിടെ നിന്ന് കിട്ടുന്ന മരങ്ങളും പൂക്കളും കൊണ്ട് ഡയറികൾ ഉണ്ടാക്കുന്നു, ബുക്കുകൾ ഉണ്ടാക്കുന്നു. ഒരു മിഷൻ ഉപയോഗിക്കാതെ പഴയ കാല സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അവര് ഒരു ബുക്ക് നിർമ്മിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് കേട്ടോ ഈ ചുഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ. നമ്മളെ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ചുറ്റിലും വലിയ പർവ്വതങ്ങളാണ്, പൈൻമരക്കാടുകള്, സൈഡിലൂടെ ഒരു നദി ഒഴുകിപ്പോകുന്നു. അവര് വീട് പണിത രീതിയൊക്കെ കണ്ട നമുക്ക് സന്തോഷം തോന്നും കേട്ടോ. നമ്മളൊക്കെ ഇല്ലായ്മകളിൽ വിഷമിക്കാറില്ലേ? പക്ഷെ അവിടെ നിന്ന് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത. പഴയ വീടുകൾ, ഏകദേശം 40 വർഷം മുതൽ 50 വർഷം പഴക്കമുള്ള വീടുകളാണ് ചുഗ് എന്ന ഗ്രാമത്തിലുള്ളത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ആ ഗ്രാമത്തിൽ ഒരു തലവനുണ്ട്. നമ്മൾ സഞ്ചാരികളൊക്കെ വന്ന ആ തലവനെ പോയി ഒന്ന് കാണുക. നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ഒരു ചെറിയൊരു പെർമിഷനൊക്കെ എടുക്കുക കേട്ടോ. വാക്കുകളാലാണ് കേട്ടോ പെർമിഷൻ. നമുക്ക് കടലാസിലൊന്നും എഴുതി കൊടുക്കൊന്നും വേണ്ട. നല്ലൊരു മനുഷ്യനാണ് ആ ഗ്രാമത്തിന്റെ തലവൻ. ഗാവ് കൂടൻ എന്ന് പറയും കേട്ടോ ഗ്രാമത്തിന്റെ തലവന. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ രാജ്യത്തിലും ഇത്രയും മനോഹരമായ ഗ്രാമങ്ങൾ ഉണ്ടല്ലോ. പുറം ലോകവുമായി ഒന്നും ബന്ധമില്ലാതെ സ്വന്തം ഗ്രാമത്തിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു ജനതയുണ്ടല്ലോ. ഇതൊക്കെ അറിയാൻ പറ്റിയത് യാത്രകളിലൂടെയാണ്. ഈ ഒരു ചെറിയ വീഡിയോയിൽ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. ചുഗ് എന്ന ഗ്രാമത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച ഒരു സിനിമ പോലെ ഒരു എപ്പിസോഡായി ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് കണ്ടു നോക്കണം. തൽക്കാലം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. മറ്റൊരു മനോഹരമായ കഥകളുമായി ഞാൻ